നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യൂറോ കപ്പിന് മുന്നോടിയായുള്ള പോർച്ചുഗലിന്റെ ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ക്യാമ്പിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയും റൂബൻ നെവസും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് ഹോളിഡേ അനുവദിച്ചിരിക്കുകയാണ്, ഓഫ് ഡേയ്സ് അനുവദിച്ചിരിക്കുകയാണ്. കാരണം നമുക്കറിയാം, സൗദി അറേബ്യയിലെ കിങ്സ് കപ്പ് കളിച്ച് അവരിങ്ങ് എത്തുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അവർ ക്യാമ്പിലേക്ക് വന്നിട്ടില്ല. ഒരാഴ്ചയോളം അവർക്ക് അവധി കൊടുത്തിട്ടുണ്ട് എന്നാണ് പോർച്ചുഗീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം പോർച്ചുഗൽ ഒഫീഷ്യലായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് അവരുടെ ട്രെയിനിങ്ങിനെ കുറിച്ച് ഇറക്കിയിട്ടുണ്ട്. അതിൽ പറയുന്നത് 26 അംഗ സ്ക്വാഡിൽ 23 പേരും ഫസ്റ്റ് ട്രെയിനിങ് സെഷനിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിലിപ്പം നെൽസൺ സമേഡോ അദ്ദേഹം സെപ്പറേറ്റ് വർക്കാണ് ചെയ്തത്, ടീമിനോടൊപ്പമുള്ള വർക്ക് ചെയ്തിട്ടില്ല. എന്നാൽ അറ്റൻഡ് ചെയ്യാത്തവർ, അതായത് ക്യാമ്പിൽ പൂർണ്ണമായിട്ടും ഈ ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ അറ്റൻഡ് ചെയ്യാതിരുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ, റൂബൻ നെവസ് എന്നിവരാണ്. അവർക്ക് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഹോളിഡേ കൊടുത്തിരിക്കുകയാണ്. അതായത് ഔദ്യോഗികമായിട്ട് തന്നെ അവർക്ക് ഓഫ് കൊടുത്തതാണ്. അതുകൊണ്ടാണ് അവർ ക്യാമ്പിനോടൊപ്പം ചേരാത്തത്. കഴിഞ്ഞ വെള്ളിയാഴ്ച മാത്രമാണ് അവരുടെ അവസാന മത്സരം നടന്നത്. അതേസമയം ഒറ്റാവിയോയുടെ കാര്യത്തിൽ ചില സംശയങ്ങളുണ്ട്. അദ്ദേഹവും ട്രെയിനിങ്ങിൽ പങ്കെടുത്തിട്ടില്ല. അദ്ദേഹത്തിന് പരിക്ക് പറ്റിയിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ മെഡിക്കൽ ടീമിന്റെ ഒബ്സർവേഷനിലാണ് ഉള്ളത് എന്നുകൂടി പോർച്ചുഗീസ് ഫുട്ബോൾ അസോസിയേഷൻ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഒറ്റാവിയുടെ കാര്യത്തിൽ ഒരു ആശങ്കയുണ്ട്. പരിക്ക് ഭേദമായില്ലെങ്കിൽ തിരിച്ചടിയാവും. അദ്ദേഹത്തിന് കിങ്സ് കപ്പിന്റെ ഫൈനലിനിടക്കാണ് പരിക്ക് പറ്റിയിട്ടുള്ളത്. എന്നാൽ പെപ്പെ ട്രെയിനിങ് ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളത് പോസിറ്റീവായിട്ടുള്ള വാർത്തയുമാണ്. അപ്പോൾ പോർച്ചുഗലിന്റെ അടുത്ത മത്സരം നാളെയാണ് ഫിൻലാൻഡിനെതിരെ. ആ കളിക്ക് എന്തായാലും ക്രിസ്ത്യാനോ റൊണാൾഡോയും റൂബൻ നെവസും ഉണ്ടാവില്ല. അതിനുശേഷം രണ്ടാമത്തെ മത്സരം ക്രൊയേഷ്യക്കെതിരെ 8-ാം തീയതിയാണ് നടക്കുക. ഒരാഴ്ച കഴിഞ്ഞാണ് ഈ ഒരു ട്രെയിനിങ് ക്യാമ്പിലേക്ക് ക്രിസ്ത്യാനോയും നെവസും എത്തുന്നതെങ്കിൽ ആ മത്സരവും അവർക്ക് നഷ്ടമാകും. പക്ഷേ ക്രിസ്ത്യാനോയാണ് ആള്. നമുക്കറിയാം, ഒരാഴ്ച ലീവ് കൊടുത്താൽ ചിലപ്പോൾ അദ്ദേഹം 2 ദിവസം കഴിഞ്ഞ് ക്യാമ്പിൽ കാണും. അങ്ങനെയെങ്കിൽ ക്രൊയേഷ്യക്കെതിരെ കളിച്ചേക്കാം. എന്നാൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാഴ്ചയിലെ ഒരു ഓഫ് ഡേയ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ക്രിസ്ത്യാനോക്ക് ആ രണ്ടാമത്തെ മത്സരവും നഷ്ടമാകും. പിന്നെ 11-ാം തീയതിയാണ് അയർലൻഡിനെതിരെയുള്ള 3ാമത്തെ മത്സരം. ആ കളിക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ 3 സൗഹൃദ മത്സരങ്ങൾ കളിച്ച ശേഷമാണ് പോർച്ചുഗൽ ജർമ്മനിയിലേക്ക് യൂറോ കപ്പിനായിട്ട് പറക്കുക. യൂറോ കപ്പിൽ അവരുടെ ഗ്രൂപ്പിൽ സെച്ചിയ, തുർക്കിയെ, ജോർജിയ ടീമുകളാണുള്ളത്. ആദ്യ മത്സരം വരുന്നത് ജൂൺ 18-ന് സെച്ചിയക്കെതിരെ ലീപ്സിഗിൽ വെച്ച് കളിക്കും. രണ്ടാമത്തെ കളി ജൂൺ 22-ന് തുർക്കിയെക്കെതിരെ ഡോർട്ട്മുണ്ടിൽ വെച്ച് കളിക്കും. 3ാമത്തെ കളി അവർ ജോർജിയക്കെതിരെ ജൂൺ 26-ന് കളിക്കും. ഇതാണ് അവരുടെ യൂറോ കപ്പിലെ ഷെഡ്യൂൾ. വീഡിയോ അവസാനിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് എത്താം.